ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. ശ്രുതിയുടെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ ശ്രുതി അവിടെ വന്നിട്ട് പറയാണ്, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂടിയിട്ടാണ് ഈ ട്രസ്റ്റ്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അമ്മ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടണ്ട. അയൽപ്പക്കത്തെ ചേച്ചി കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ട്, ആരുമില്ലാത്ത സമയത്താണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം വിധി പോലെ നടക്കട്ടെ. ശ്രുതിയുടെ മകൻ പറയാണ്, ആൻറ്റി, നമുക്കെല്ലാവർക്കും ഇവിടുത്തെ വീട്ടിൽ ഒന്നിച്ച് താമസിക്കാം. എനിക്ക് പേടിയാവുന്നു ആൻറ്റി. മോനെ ആദി. ശ്രുതി വന്നിട്ട് ആദിയെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കണ്ടിട്ട് ശ്രുതിയുടെ അമ്മ പറയാണ്, അമ്മയ്ക്ക് അതിന് കഴിയില്ല മോനെ. അമ്മയോട് മോനിനി ഈ കാര്യം പറയണ്ട. എൻ്റെ മോൻ അമ്മമ്മയുടെ അടുത്ത് വന്നേ. അപ്പം തന്നെ ആദി അമ്മമ്മയുടെ അടുത്തേക്ക് പോവാണ്. മോനെ, പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആരുമില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് കരുതാം. എൻ്റെ മോൻ വിഷമിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞിരുന്നില്ലേ, പറ്റിയൊരു വാടക വീട് കിട്ടിയാൽ ഞാൻ നിങ്ങളെ ഉടനെ തന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാം. അവിടെ താമസിപ്പിച്ചോളാം. എന്നും നിങ്ങളുടെ കൺവെട്ടത്ത് തന്നെ ഞാനുണ്ടാവും. അമ്മ വിഷമിക്കാതിരിക്കുക. അത് കഴിഞ്ഞ് ശ്രുതി ചിന്തിക്കുകയാണ്, അമ്മയ്ക്ക് അതുവരെ പറ്റിയ ഒരു ഹോം നേഴ്സിനെ ആക്കാം. 1-2 പേരുടെ നമ്പർ കയ്യിലുണ്ട്, ഒന്ന് വിളിച്ചു നോക്കാം. അപ്പോഴാണ് ശ്രുതിയുടെ അമ്മ ഓടി വന്നിട്ട് അച്ഛനടുത്ത് പറയുന്നത്, രവിയേട്ടാ, എന്താ എല്ലാം തകർന്നു, ഈ കുടുംബത്തിൻ്റെ മാനം പോയി, മരിച്ചാൽ മതി. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, എന്താ ചന്ദ്രേ, നിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ആരെങ്കിലും അവിടെ പീഡന കേസിൽപ്പെട്ടോ? ഓ, നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ കുടുംബത്തെ താഴ്ത്തിക്കെട്ടാനാണല്ലോ നാക്ക്. മക്കൾ തമ്മിലടിക്കുന്നത് കണ്ടാൽ അത് ചെയ്യരുത് എന്ന് പറയാൻ നാവ് പൊങ്ങില്ല. ആര് ആരോട് വഴക്കിട്ടെന്നാ? അങ്ങനെ ചോദിക്ക്. സച്ചിയും രേവതിയും ശ്രീകാന്തും വർഷമായിട്ട് അതേ മുറിക്കകത്തിരുന്നായിരുന്നു അടി. ആരും കേൾക്കണ്ട എന്ന് കരുതിയായിരിക്കും. ആദ്യം ദൈവം അത് എന്നെ കേൾപ്പിച്ചു. ഇപ്പോൾ മുറിയിൽ നിന്നും പുറത്തേക്കായി. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ മുന്നിൽ കിടന്ന് പരസ്പരം വെട്ടിച്ചാകുന്നത് കാണേണ്ടി വരും. വായെടുത്താൽ വേണ്ടാത്ത വർത്തമാനേ പറയൂ. എന്തിനാ അവർ വഴക്കൂടുന്നേ? അങ്ങനെ ചോദിക്ക്. എല്ലാത്തിനും കാരണം ആ സച്ചിയും രേവതിയോ. അന്ന് ആവശ്യമില്ലാതെ ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെട്ട് നിങ്ങൾ കൊണ്ടുവന്ന മരുമകൾ പ്രശ്നമുണ്ടാക്കി. ഇതേ വർഷയുടെ കാര്യത്തിലും ഇടപെട്ടിരിക്കുക. അവൾ വെറുതെ വിടുവോ? അവളെ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുക. രേവതി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതല്ലല്ലോ. ഇപ്പം ഇതെന്ത് പറ്റി? അച്ഛൻ ചിന്തിക്കുക. എന്ത് പറ്റാൻ? ഇങ്ങനെ പോയാലേ നാട്ടുകാരറിയാൻ അധിക സമയം വേണ്ടി വരില്ല. അല്ല, അവരെവിടെ നിന്നിട്ട്? അവരുടെ തമ്മിൽ തല്ലി കണ്ടിട്ടാ ഞാൻ ഓടി വരുന്നത്. അവരവിടെ ഹോളിലെങ്ങാനും കാണും. ശ്രുതി അമ്മ കേൾക്കാനായിട്ട് പറയാണ്. അപ്പോൾ ഇപ്പുറമൊക്കെ നോക്കിയിട്ട് പറയാണ്, ഇതോടെ എല്ലാം അവസാനിച്ചു. ഞങ്ങൾക്കിതൊക്കെ മനസ്സിലായി. നിങ്ങളിനി ഞങ്ങളോട് സംസാരിക്കാനേ വരണ്ട. ഞങ്ങൾ അങ്ങോട്ടും വരത്തില്ല. അപ്പോൾ അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ നിങ്ങൾ തമ്മിൽ തല്ലുന്നേ? നിങ്ങളെ തമ്മിൽ തല്ലാൻ കാരണം ഉണ്ടാക്കുന്നത് രേവതി ചേച്ചിയാ. ശ്രീകാന്തിൻ്റെ വിഷമം കാണാൻ എനിക്ക് പറ്റില്ല. സച്ചിയുടെ അമ്മ രേവതിയോട് വന്നിട്ട് പറയാണ്, ഏട്ടനെയും അനിയനെയും തമ്മിൽ തല്ലിച്ചപ്പോൾ നിനക്ക് തൃപ്തിയായല്ലോ. നീ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. രേവതി പറയാ, ഞാനാണോ കുടുംബത്തെ പിരിക്കാൻ നോക്കുന്നത്? ഞാൻ എൻ്റെ പാട്ടിന് കഴിയുക. എന്തിനാ എൻ്റെ തലയിലോട്ട് എല്ലാവരും കയറുന്നേ? ഹലോ, നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളെന്ന്, എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അല്ലേ? എന്നെക്കുറിച്ച് മിണ്ടിപ്പോകരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്നെക്കുറിച്ച് ആര് എന്ത് പറയുന്നു? മേലിൽ എൻ്റെ കൺവെട്ടത്ത് പോലും വന്നേക്കരുത്. അതും പറഞ്ഞ് രേവതി അവിടെ നിന്നും പോയി. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, അവനെവിടെ ആ സച്ചിൻ? അപ്പോൾ അച്ഛാ, സച്ചേട്ടൻ പുറത്ത് സ്കൂട്ടറോ മറ്റോ കഴുകിക്കൊണ്ടിരിക്കുക. ആൻറ്റി, ഇപ്പോഴാണ് എനിക്ക് ഇവരുടെ ശരിക്കുള്ള ക്യാരക്ടർ മനസ്സിലായത്. ഇതൊക്കെ കൊണ്ടാണ് നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ അന്തസ്സിന് ചേരുന്നവരുടെ കൂടെ മാത്രമേ കൂട്ടിന് കൂടാൻ പാടുള്ളൂ എന്ന്. നീ കേട്ടില്ലല്ലോ. അവളുടെ തോളിൽ കൈയിട്ട് നടന്നു. ഇപ്പോൾ കിട്ടിയല്ലോ. ഓരോരുത്തരെയും വെക്കേണ്ട സ്ഥലത്ത് വെക്കണം വർഷേ. ആൻറ്റി പറഞ്ഞത് ശരിയാ. എനിക്ക് തെറ്റുപറ്റി. ആൻറ്റി പറഞ്ഞതാ ശരി. ആൻറ്റി ആ പറഞ്ഞത് ഞാൻ കേൾക്കണമായിരുന്നു. ഞാൻ പറയാ, ഈ ജന്മം നീ അവളോട് മിണ്ടരുത്. ഇങ്ങനെ ഒരാൾ ഈ വീട്ടിൽ ഉണ്ടെന്ന് പോലും കരുതണ്ട. ഇല്ല ആൻറ്റി, ഞാനിനി അവരോട് മിണ്ടേയില്ല. ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നീ കാണിച്ചു കൊടുക്കണം വർഷേ. സച്ചി. എന്താ അച്ഛാ? ഞാൻ ഈ വീട്ടിലെ ആരാ? എന്താ അച്ഛാ, ഞാനെന്താടാ നോക്കുത്തിയാണോ? ഇത്രയും നാൾ നീയും ശ്രുതിയും തമ്മിലായിരുന്നു മൽപ്പിടുത്തം. ഇപ്പോഴിതാ 2 മരുമക്കൾ. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ രേവതിയോടൊപ്പം ചേർന്ന് നീയും വഴക്കൂടുക. ഈ ജന്മം ഇനി മിണ്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആരോടും വഴക്ക് വെക്കാത്ത മോളാ രേവതി മോള്. ഇങ്ങനെയൊന്നും പറയാറുമില്ല. എടാ, എന്താടാ പറ്റിയേ?
എന്താ നിങ്ങളൊക്കെ തമ്മിലുള്ള പ്രശ്നം? അതിന് നമ്മൾ തമ്മിൽ ഒരു വഴക്കുമില്ല. പിന്നെ ഞാൻ ഈ കണ്ടതും കേട്ടതും ഒക്കെ എന്താ? ഏയ്, ഇതൊന്നും ശരിയല്ല സച്ചി. അച്ഛൻ ടെൻഷനാവാതെ. കണ്ടതിലും കേട്ടതിലൊന്നും ഒന്നുമില്ല അച്ഛാ. എന്നാലും എന്തൊക്കെയാണ് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്നോട് പറയേ. ഞാനെല്ലാം സംസാരിച്ച് ശരിയാക്കില്ലേ? ഇങ്ങനെ പോയാൽ കുടുംബത്തിൽ എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക? സമാധാനത്തോടെ കഴിയാൻ പറ്റുമോ ഇവിടെ? എന്നാലും ഇങ്ങനെയൊന്നുമല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്. അച്ഛന് വിഷമമാകുന്നത് ഒന്നും ചെയ്യില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയും. എന്നിട്ട് ചെയ്തതോ? എന്തിനാടാ ഇങ്ങനെ ഞങ്ങളെ ഇട്ട് വിഷമിപ്പിക്കുന്നത്? അച്ഛൻ വിഷമിക്കാതിരിക്കച്ചാ. ഞങ്ങൾ വഴക്ക് കൂടിയിട്ടൊന്നുമില്ല. അത് ചെറിയൊരു ഡ്രാമയായിരുന്നു. ഡ്രാമ? ഡ്രാമയോ? അതെന്തേ? എന്താടാ പറയേ. അച്ഛാ, ഞങ്ങൾ ജോളിയായിട്ട് ബിസ്ക്കറ്റും മിക്സ്ചറും ഒക്കെ കഴിക്കായിരുന്നു. വഴക്ക് കൂടിയിട്ടൊന്നുമില്ല. നിങ്ങൾ വഴക്കിടുന്നത് ചന്ദ്ര പുറത്തു നിന്ന് കേട്ടതോ? അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്തതാ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ വീട്ടിൽ രേവതിയോട് നല്ലോണം സംസാരിച്ച് ഒരു ഫ്രണ്ടിനെ പോലെ കൂട്ടുകൂടുന്നത് ആരാ? നീ തന്നെയല്ലേ? എന്നെ വിടച്ച. ഞാൻ കഴിഞ്ഞാലുള്ള ആൾ ആരാണെന്നാണ് ചോദിച്ചേ. രേവതി സ്വന്തം സഹോദരിയെ പോലെ ഒരാളെ കാണുന്നില്ലേ? അതാരാ? വർഷയല്ലേ? രേവതിയെ എല്ലാ കാര്യത്തിനും വർഷ സപ്പോർട്ട് ചെയ്യും. രേവതിക്ക് വേണ്ടി വർഷ അമ്മയോട് പോലും കയർക്കാറുണ്ട്. ഇതൊന്നും അമ്മയ്ക്ക് ഇഷ്ടാവുന്നില്ല. അത് ശരിയാ. അതിൻ്റെ മുറിവുറുപ്പാണ് ഓരോ സമയത്ത് കാണുന്നതല്ലേ? മുറിവുറുപ്പ് മാത്രമല്ല അച്ഛാ, വർഷയെയും രേവതിയും തെറ്റിക്കാനായിട്ട് അമ്മ പല കാര്യങ്ങളും ചെയ്തിരുന്നു. ബാമാൻറ്റിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തി വർഷയുടെ അമ്മയെ അമ്മ കണ്ടിരുന്നു. വർഷ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അവൾ ശരിയല്ല, അവൾ രേവതിയുടെ കൂടെ കൂടിയിട്ട് എന്നെ വല്ലതും അതോ ഇതൊക്കെ പറയാം, എന്നെ വിലവെക്കുന്നില്ല എന്നൊക്കെ വർഷയുടെ അമ്മയോട് പറയാണ്. എന്താ ഇങ്ങനെ? എത്ര കിട്ടിയാലും ഇവൾ പഠിക്കില്ലേ? എന്തിനാ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? രേവതിയെയും വർഷയെയും തെറ്റിക്കാൻ വേണ്ടി അമ്മ പ്രയോഗിച്ചൊരു സൂത്രമാണിത്. വർഷയുടെ അമ്മ അല്ലെങ്കിൽ തന്നെ ഓരോരോ കാരണങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അവിടെ. ഇപ്പോൾ അവർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമല്ലോ. പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞച്ചാ അവർ നേരെ വന്ന് രേവതിയുടെ മെക്കിട്ട് കയറി വഴക്ക് പറഞ്ഞു. എൻ്റെ മോള് നല്ലവളാണ്, അവളെ നീ ഇനി വഴിതെറ്റിക്കരുത്, അവളെ ചീത്തയാക്കരുത്, അവളോട് നീ ഇനി സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. രേവതിയെ അവർ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. അവരെന്തൊക്കെ പറയുമെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റൂടാ. രേവതിയെയും നിന്നെയും എന്നെയും തെറ്റിക്കാൻ വേണ്ടി അവസരം നോക്കി നിൽക്കുക അവർ. പാവം രേവതി മോൾക്ക് വിഷമായി കാണും അല്ലേ? ദേഷ്യമാകാതിരിക്കുമോ? വന്ന ദേഷ്യത്തിൽ തന്നെ രേവതിയെയും കൂട്ടി അവർക്ക് കണക്കിന് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചതാ. പിന്നെ സച്ചി അച്ഛനോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ്. അവരെന്ത് ധൈര്യത്തിലാണ് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നത്? ചോദിക്കാതിരുന്നാൽ അവർ വീണ്ടും ഇത് ആവർത്തിക്കും. അതുകൊണ്ട് ഞാൻ വെറുതെ വിടില്ല അവരെ. എന്തൊരു ദേഷ്യം ഇത് സച്ചിയേട്ടാ. പിന്നെ ദേഷ്യം വരില്ലേ? ആവശ്യമില്ലാതല്ലേ നിന്നെ അവർ വഴക്ക് പറഞ്ഞത്? അവരുടെ വീട്ടിൽ പോയി ചോദിക്കണം. നീ വിട്ടുകൊടുക്കുന്നതുകൊണ്ടാണ് അവരൊക്കെ നിന്റെ തലയിൽ കയറുന്നത്. ഞാനും നല്ലോണം പറഞ്ഞു, വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ നീ പറഞ്ഞാലും എന്ത് പറയുമെന്ന് എനിക്കറിയാം. അവരാണ് അതിനൊക്കെ പിന്നിൽ, ഉറപ്പാണത്. ആര്? വർഷയുടെ അച്ഛൻ. വർഷയുടെ അമ്മയെ നിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അയാളാ. 2 തവണ എൻ്റെ നിന്ന് അടി വാങ്ങിച്ചിട്ടും അയാൾ പഠിച്ചില്ല. ഇതാവർത്തിക്കാതിരിക്കാൻ എന്ത് വേണമെന്ന് എനിക്കറിയാം. എങ്ങോട്ടേക്കാ ഈ സച്ചിയേട്ടൻ പോകുന്നത്? വർഷയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക്. എൻ്റെ സച്ചിയേട്ടാ, ഈ വിഷയം കൂടുതൽ വഷളാക്കാൻ വേണ്ടിയിട്ടാണോ സച്ചിയേട്ടൻ വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നത്? നിന്നെ വന്ന് വിരട്ടിയവരെ വെറുതെ വിടണോ? അതാണോ നീ പറയുന്നത്? അവിടെ ചെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അമ്മയാ. അമ്മയോ? അതെ. ഞാനും വർഷയും നല്ല ക്ലോസ് അല്ലേ? എന്നെ സപ്പോർട്ട് ചെയ്ത് അമ്മയോട് ഓരോന്നും പറയുന്നുണ്ട്. അമ്മയ്ക്ക് അതൊന്നും പിടിക്കുന്നില്ല. എന്നെയും വർഷയെയും തെറ്റിക്കാൻ വേണ്ടിയാ അമ്മ മഹിമേൻ്റെയെ വിളിച്ചു വരുത്തി ഓരോന്നും പറഞ്ഞു കൊടുത്തത്. എങ്കിൽ വീട്ടിലേക്ക് വിടാം. സ്വന്തം മരുമക്കളെ പരസ്പരം തെറ്റിക്കാൻ നോക്കുകയല്ലേ? ഇന്നത്തോടെ നിർത്തിക്കണം. സച്ചിയേട്ടൻ ചെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നേ അമ്മ പറയൂ. ഇതൊന്നും ചോദിക്കാനൊന്നും പോകണ്ട. എന്നെയും വർഷയും തെറ്റിക്കാൻ വേണ്ടി അമ്മ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് ഇപ്പം ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി നോക്കിയതുപോലെ എന്തെങ്കിലുമൊക്കെ വീണ്ടും പ്ലാൻ ചെയ്ത് അമ്മ തെറ്റിക്കാൻ നോക്കും. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്താ ഇപ്പം ചെയ്യുക? എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. നമ്മൾ വർഷയും ശ്രീകാന്തുമായിട്ട് വഴക്ക് കൂടുന്നു. നമ്മളെന്തിനാ അവരോട് വഴക്ക് കൂടുന്നേ? അമ്മയുടെ മുന്നിൽ ഞാനും വർഷയും സച്ചിയേട്ടനും അതേപോലെ തന്നെ ശ്രീകാന്തും തമ്മിൽ വഴക്ക് കൂടുന്നതായിട്ട് അമ്മയുടെ മുമ്പിൽ നമ്മൾക്ക് അഭിനയിക്കണം. വഴക്ക് കൂടി ഒടുവിൽ ഞാനും വർഷയും തമ്മിൽ പരസ്പരം ഇനി ഒരിക്കലും മിണ്ടില്ല എന്ന് അമ്മയെ വിശ്വസിപ്പിക്കണം. ഞങ്ങൾ തെറ്റിയെന്ന് വിശ്വസിക്കുന്ന അമ്മ പിന്നെ ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നും ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ സച്ചി പറയാണ്, വീട്ടിൽ ചെന്നിട്ട് അമ്മയെ ഒന്ന് ഞെട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ അമ്മ ഒന്നിനും നിൽക്കില്ല. ഇതിനാ വെറുതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നേ? ഇങ്ങനെയൊക്കെ കളിച്ചാൽ അമ്മയ്ക്ക് നല്ല സന്തോഷമാവും. പിന്നെ ഒരു ഏടാകൂടവും ഒപ്പിക്കില്ല. ശരി, അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ അമ്മ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്യും. എന്തായാലും നിന്നെ വിരട്ടിയ വർഷയുടെ അമ്മയ്ക്കുള്ളത് ഞാൻ പിന്നെ കൊടുത്തോളാം. വീട്, ഞാൻ വർഷയെ വിളിച്ച് പ്ലാൻ പറയട്ടെ. പിന്നെ രേവതി വർഷയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഡ്രാമയും കളിച്ചു. പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. പറഞ്ഞതുപോലെ തന്നെ 4 പേരും സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ വർഷ പറയാണ് ശ്രീകാന്തിനോട്, ശ്രീകാന്തേ തുടങ്ങ്. ആ തന്നെ ശ്രീകാന്ത് പറയാണ്, സച്ചിട്ടാ നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കും എന്ന് വിചാരിക്കണ്ട. ഒന്നും വിട്ടു പറയുന്നില്ല. ദേ വർഷേ പറ ചേട്ടാ, എന്തെങ്കിലും പറ, അവൻ പറഞ്ഞതിന് മറുപടി പറ. അത് തന്നെ ഞങ്ങളും പറയുന്നത്. നിൻ്റെ ഭാര്യയുടെ അമ്മ പറയുന്നതും കേട്ട് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? തന്നെ വർഷയുടായി. ദേ എൻ്റെ അമ്മയെക്കുറിച്ച് വല്ലതും പറഞ്ഞാണ്ടല്ലോ മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ അമ്മ അവിടെ വന്നിട്ട് മാറി നിന്നിട്ട് പറയാണ്, ഇപ്പം മുറിയിൽ നിന്നും വഴക്ക് മാറി ഹോളിലേക്കായോ? പക്ഷേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതല്ല, നീ ചൂടാവല്ലേ. അവർ രണ്ടുപേരും, അയ്യോ ഈ ഏട്ടനെ കൊണ്ട് തോറ്റു. ശ്രീകാന്ത് പറയാണ്, ഏട്ടാ മറുപടി പറ. എൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ നീ എന്ത് ചെയ്യോടി? ഒന്ന് പറഞ്ഞു നോക്ക്. കാണാം, പറയൂടി. ദേ നിങ്ങൾ മര്യാദയില്ലാതെ സംസാരിച്ചാലേ ഞാനും അതുപോലെ തന്നെ മര്യാദയില്ലാതെ സംസാരിക്കും. അതാണ് എൻ്റെ ഭാര്യ രേവതി. നിങ്ങൾക്ക് ശരിക്കും എന്നെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. എനിക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല ശ്രീകാന്ത്. ഇപ്പോൾ എല്ലാം മനസ്സിലായടാ. അപ്പോൾ രേവതി എണീറ്റ് പറയാണ്, നീ ആരെയടി പഠിപ്പിക്കുന്നേ? ആദ്യം നിൻ്റെ അമ്മയെ നിലക്ക് നിർത്തേണ്ടത് എൻ്റെ അമ്മയല്ല, നിങ്ങളുടെ അമ്മയാ. അതിനനുസരിച്ച് ശ്രീകാന്തം പറയാണ്, ആ അതെ, എൻ്റെ അമ്മ എന്തിനാ ഞങ്ങളോട് വന്ന് സംസാരിച്ചേ? നിങ്ങൾ പോയി എൻ്റെ അമ്മയോട് ചോദിക്ക്. പോയി ചോദിക്ക്. ഞാൻ പറഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാ നിൻ്റെ അമ്മ പറഞ്ഞത്. ഞാൻ കാരണം നിനക്ക് മോശം പേരുണ്ടാവത്രേ. നീ എല്ലാം ചെയ്തു കൂട്ടിയിട്ട് കുറ്റം മുഴുവനും എൻ്റെ തലയിൽ. അമ്മ അത് നോർമലായിട്ട് പറഞ്ഞതാ, നിങ്ങളതിന് വാളെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നോക്ക് പറ. ഒന്നും മിണ്ടാതെ എന്ന സച്ചിയോട് വർഷ പറയാണ്, ഇനി നിങ്ങളാ പറയേണ്ടത്, പറ. എന്താ പറയണ്ടേ? ഏട്ടാ പറ. എവിടെയാ നിർത്തിയത് ശ്രീകാന്തേ? ഞാൻ നിർത്തിയതേ അമ്മ അത് നോർമലായിട്ട് പറഞ്ഞതെന്ന്. അപ്പം സച്ചി, ആ എന്ത് നോർമൽ? നീ അവരെ അടക്കി നിർത്തിയില്ലെങ്കിൽ അവരനുഭവിക്കും. നീയും. ശരിയാണ്. അത് ചൂടാവാണ്. വർഷയുടെ അമ്മ പറഞ്ഞതിന് എന്തിനാ വർഷയുടെ മേക്കിട്ട് കയറുന്നേ? പിന്നെ ആരുടെ മേക്കിട്ട് കയറണടാ? പോയി റോട്ടുമേൽ കയറി നിൽക്ക്. അവിടെ ഒരുപാട് പേര് കാണും മേക്കിട്ട് കയറാൻ. സച്ചിയേട്ടാ വേണ്ട. ഇവനെന്തിനാ എന്നോട് വല്ലാതെ ചൂടാവുന്നത്? അല്ലേ? ഒക്കെ കേട്ട് നിന്ന് അമ്മ പുറത്തേന്ന് പറയാണ്, ഇത് ഇനിയും ഇതുപോലെ വഴക്കുണ്ടാവണേ. വർഷയുടെ അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് വർഷ ഞങ്ങളോട് വഴക്കുണ്ടാക്കിയത്. പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കാരണം നിനക്ക് മോശം പേരുണ്ടാവെങ്കിൽ നീ എന്നോട് സംസാരിക്കണ്ട. എൻ്റെ മുന്നിൽ പോലും ഇനി വന്നേക്കരുത്. നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്കിവിടെ പട്ടിണി കിടക്കേണ്ടി വരുമോ? ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമോ? ചേച്ചി അവിടുന്ന്. അല്ല പിന്നെ ശ്രീകാന്ത്, ഇവിടെ ഒരു കേടിയ രേവതി, ഇവളോട് മിണ്ടാതിരിക്കുന്നത് നല്ലത്, സച്ചി പറയാം. അപ്പം തന്നെ ശ്രീകാന്ത് ചൂടായിട്ട് പറയാണ്, ഏട്ടനാണ് കേടി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. റൗഡിയാണ് അയാൾ, റൗഡി. സച്ചിക്ക് ദേഷ്യം വരികയാണ്. അത് കണ്ട് രേവതി, ദേ സച്ചിയേട്ടനെ റൗഡി എന്നങ്ങാനും വിളിച്ചാലുണ്ടല്ലോ, വിളിച്ചാൽ നീ എന്ത് ചെയ്യടി? സച്ചിയേട്ടൻ നിൻ്റെ അടുത്ത് എന്ത് റൗഡിത്തരാടി കാണിച്ചേ? എല്ലാം എൻ്റെ തെറ്റാ. ഇത്രയും കാലം നിന്നെ സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് കിട്ടി. ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ലേ നിങ്ങളുടെ തനിനിറം കണ്ടത്. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ. ഈ ജന്മം ഇനി ഞാൻ നിന്നോട് മിണ്ടില്ല. എന്നോട് നിങ്ങൾ മിണ്ടണ്ട. മിണ്ടിയില്ലെങ്കിൽ എനിക്കെന്താ? എന്നോട് മിണ്ടാതിരിക്കുന്നത് തന്നെ നല്ലത്. ഈ ജന്മം ഞാനും നിങ്ങളോട് മിണ്ടില്ല. പക്ഷേ ചുമ്മാ പറഞ്ഞതല്ലേ ചേച്ചി. ശ്രീകാന്തിനോടും സച്ചിയോടുമായിട്ട് പറയാണ്, ചുമ്മാ പറഞ്ഞതാ. എന്നാൽ അമ്മ ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ അച്ഛനടുത്ത് പോയി പറയാണ്, നീ മാത്രമല്ല നിൻ്റെ അമ്മയും ഞങ്ങളോട് സംസാരിക്കാൻ പാടില്ല കേട്ടോ. എങ്കിൽ തന്നെ ആര് വീഴുന്ന് സംസാരിക്കാൻ? ഒന്ന് പോടേട്ടാ. ഇതൊക്കെ എന്നും കൺമുന്നിൽ കാണിച്ചു തരണേ ഇവരുടെ വഴക്ക്. ഇതൊക്കെ രവിയേട്ടനോട് ചെന്ന് പറയാം. അവർ 4 പേര് സന്തോഷത്തോടെ കൈയടിച്ച് ചിരിക്കുകയാണ്. കലക്കി. അവർ പരസ്പരം ലഡു കൊടുത്ത് സന്തോഷം പ്രകടിപ്പിക്കുക. ഇതൊക്കെയാണ് അച്ഛാ സംഭവിച്ചത്. എന്നിട്ട് ഞങ്ങളുടെ ഡ്രാമ ഏറ്റു. ഞങ്ങൾ ശരിക്കും വഴക്കൂടിയതാണെന്ന് അമ്മ വിചാരിച്ചത്. വർഷയും രേവതിയും തമ്മിൽ തെറ്റി. ഇനി ഈ ജന്മം തമ്മിൽ അവർ സംസാരിക്കില്ലെന്ന് അമ്മ കരുതിയിരിക്കുന്നത്. അമ്മയുടെ സന്തോഷം അച്ഛൻ കണ്ടതല്ലേ. നിങ്ങൾ ശരിക്കും അടിച്ചു പിരിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കൊള്ളാം, നിങ്ങളുടെ ഡ്രാമ കൊള്ളാം കേട്ടോ.
പല കുടുംബങ്ങളിലും മക്കളും മരുമക്കളും തമ്മിൽ വഴക്കിടാറുണ്ട്. അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പിണക്കമൊക്കെ മറന്ന് ഒന്നിച്ചിരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യാനാച്ചാ? വർഷയും രേവതിയും തമ്മിൽ നന്നായിട്ട് പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. അത് രണ്ടമ്മമാരും കൂടി തമ്മിൽ പ്രശ്നമുണ്ടാക്കും. അപ്പോൾ എൻ്റെ വീപ്പി കയറും. അതിനേക്കാൾ പ്രശ്നം ഞാനുണ്ടാക്കും. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അമ്മ ഹാപ്പിയായി. ഇനിയിപ്പോൾ ഇതറിയുമ്പോൾ വർഷയുടെ അമ്മയും ഹാപ്പിയാവും അല്ലേ? മക്കളും മരുമക്കളും തമ്മിൽ വഴക്കിടുമ്പോൾ സന്തോഷിക്കുന്ന ഒരമ്മ, ഒരേ ഒരമ്മ നിൻ്റെ അമ്മയായിരിക്കും. അതെ അതെ. അപ്പോൾ ഇനി എല്ലാ ദിവസവും രേവതിയും വർഷയും തമ്മിൽ തല്ലുകൂടേണ്ടി വരും അല്ലേ? അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അവർ നല്ല ജോളിയായിട്ട് കഴിയുമ്പോൾ അമ്മ വീണ്ടും തുടങ്ങും. അതുകൊണ്ട് കുറച്ച് നാൾ ഇങ്ങനെ അഭിനയിക്കട്ടെ, പോകുന്നിടത്തോളം പോട്ടടാ. പിന്നെ അതിൻ്റെ പേരിൽ ഇനി വേറെ പ്രശ്നം ഉണ്ടാക്കരുത്, അത് ശ്രദ്ധിച്ചോ. ഇതിൻ്റെ പേരിൽ ഇനി വേറെന്ത് പ്രശ്നം ഉണ്ടാവാനാ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ. ദൈവത്തെ ഓർത്ത് എങ്ങനെയെങ്കിലും നിൻ്റെ അമ്മ നന്നായാൽ മതിയായിരുന്നു. അയ്യോ അച്ഛാ, ദൈവത്തിന് ഇത്രേ കഠിനമായ ജോലിയൊന്നും കൊടുക്കല്ല അച്ഛാ. ദൈവം വിചാരിച്ചാലും അത് നടക്കില്ല. ശരിയാടാ നീ പറഞ്ഞു. എത്ര നാളായടാ നമ്മൾ പ്രാർത്ഥിക്കുന്നു. വരെ വല്ല മാറ്റം വന്നിട്ടുണ്ടോ? ഞാൻ ചത്ത് മേലോട്ട് പോയിട്ടെങ്കിലും അവളൊന്ന് മാറിയാൽ മതിയായിരുന്നു. നിങ്ങൾക്കെങ്കിലും കുറേ സമാധാനം കിട്ടുമല്ലോ. അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേട്ട് സച്ചി വല്ലാതെ വിഷമത്തോടെ നിൽക്കുകയാണ്. അതേസമയം വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്, നമ്മൾ തമ്മിൽ ശരിക്കും തെറ്റിയെന്ന് കരുതി ശ്രീകാന്തിൻ്റെ അമ്മ ശരിക്കും സന്തോഷിക്കണല്ലേ? സന്തോഷിക്കാതെ ഇനി രേവതിയുടെ അടുത്തോട് മിണ്ടരുത്, കൂട്ടുകൂടരുത് എന്നൊക്കെ നിന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ തെറ്റിയെന്ന് കരുതി അമ്മ സന്തോഷിച്ചിരിക്കുക. നിൻ്റെ അമ്മ ഒരു വല്ലാത്ത ക്യാരക്ടറാണ്. ഡബ് ചെയ്യുന്ന സീരിയലുകളിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ. നിനക്ക് അറിയാലോ, രേവതി എടുത്തിയെ അമ്മയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. നീ രേവതി എടുത്തിയായിട്ട് ആദ്യമേ ക്ലോസ് അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും നീ ഏട്ടത്തിയുടെ കൂടെ നിൽക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടാവുന്നില്ല. നേരിട്ട് ആൻറ്റിയോട് സംസാരിച്ച് അവരുടെ വായി അടപ്പിക്കുക വേണ്ടത്. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു ഡ്രാമ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രേവതി ചേച്ചി നിർബന്ധിപ്പിച്ചതുകൊണ്ടാണ് ഞാനിതിന് കൂട്ടുനിന്ന്. അമ്മയോട് സംസാരിച്ചാൽ പ്രശ്നങ്ങൾ രൂക്ഷമാവും, അത്രയേ ഉള്ളൂ. രേവതിയിടത്തിയോടുള്ള അമ്മയുടെ ദേഷ്യവും കൂടും. പിന്നെ അവർക്കിവിടെ മനസ്സമാധാനത്തോടെ കഴിയാനും പറ്റില്ല. ഇപ്പം നിങ്ങൾ തമ്മിൽ തെറ്റി, ഇനി മിണ്ടില്ല എന്ന് കരുതി അമ്മ നല്ല സന്തോഷത്തിലാണ്. ഇനി ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ വർഷേ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.